ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളിരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 83 പൗണ്ഡ്രകവധം വിവിധവധം ലക്ഷണാസ്വയംവരം ശ്ലോകം 5. ജാഡ്യേന ബാലകഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായുജ്യമേവ ഭവദൈക്യധിയാ ഗതോഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ജാഡ്യേന എന്നും ചില ബുക്കിലൊക്കെ ഉണ്ടാവും, അത് ഒരേ അർത്ഥം തന്നെയാണ്. ബാലക ഗിരാപി കിലാഹം ഏവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായുജ്യം ഏവ ഭവത് ഐക്യധിയാ ഗതോഭൂത് കോ നാമ കസ്യ സുകൃതം കഥം ഇത്യവേയാത്. അർത്ഥം: ജാഡ്യേന അറിവില്ലായ്മ നിമിത്തം, ബാലകഗിര അപി കുട്ടികളുടെ വാക്കനുസരിച്ചാണെങ്കിലും, അഹം ഏവ ഞാൻ തന്നെയാണ്, ശ്രീവാസുദേവ ഇതി സാക്ഷാത് വാസുദേവൻ എന്ന്, ചിരം വളരെ കാലം, രൂഢമതി ഉറച്ച മനസ്സോടു കൂടിയവനായി, സ അവൻ, ഭവദൈക്യധിയാ ഭഗവാനുമായിട്ടുള്ള ഏകതാബോധം കൊണ്ട്, സായുജ്യം ഏവം മോക്ഷം തന്നെ, ഗത അഭൂത് പ്രാപിച്ചവനായി തീർന്നു, ക നാമ ഏതൊരുവനാണ്, കസ്യ ആരുടെ, സുകൃതം പുണ്യം, കഥമിതി എപ്രകാരം എന്ന്, അവേയാത് അറിയും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ജാഡ്യേന, ഡിയെ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ചില ബുക്കിലൊക്കെ ജാളിയേന എന്നാണ് അതിൻ്റെ അർത്ഥം, അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ബാലകഗിരാപി, ബാലകഗിര അപി ചേർത്തിട്ട് ബാലകഗിരാപി, കിലാഹം ഏവ കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢം അതിശ്ചിരം അവിടെ വിസർഗം, രൂഢം എന്നുള്ളതിൻ്റെ ഠ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സായുജ്യം ഏവ സായുജ്യമേവ ഭവത് ഐക്യധിയാ ചേർത്തിട്ട് ഭവദൈക്യധിയാ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഗത അഭൂത് ചേർത്ത് ചൊല്ലുമ്പോൾ ഗതോഭൂത്, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കോ നാമ കസ്യ സുകൃതം കഥം ഇതി അവേയാത് ചേർത്തിട്ട് കഥമിത്യവേയാത്. ജാഡ്യേന ബാലകഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായുജ്യമേവ ഭവദൈക്യധിയാ ഗതോഭൂത് കോ നാമ കസ്യ സുകൃതം കഥമിത്യവേയാത്. അടുത്തത് 6ാമത്തെ ശ്ലോകം. കാശീശ്വരസ്യ തനയോഥ സുദക്ഷിണാഖ്യ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാര കൃത്യാനലം കമപി ബാണരണാദിഭീതൈർഭൂതൈ കഥഞ്ചന വൃതൈ സമമഭ്യമുഞ്ചത്. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കാശീശ്വരസ്യ തനയോഥ സുദക്ഷിണാഖ്യ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാര കൃത്യാനലം കമപി ബാണരണാദിഭീതൈർഭൂതൈ കഥഞ്ചന വൃതൈ സമം അഭ്യമുഞ്ചത്. അർത്ഥം:
അഥ അനന്തരം കാശീശ്വരസ്യ കാശിരാജാവിൻ്റെ സുദക്ഷിണാഖ്യ സുദക്ഷിണൻ എന്നു പേരുള്ള തനയ പുത്രൻ സർവം ശിവനെ പ്രപൂജ്യ ഭക്തിപൂർവം പൂജിച്ചു. ഭവതേ അങ്ങയുടെ നേർക്ക് വിഹിതാഭിചാര ആഭിചാരം ചെയ്തവനായി ബാണരണാദിഭീതൈ ബാണയുദ്ധത്തിൽ ഭയപ്പെട്ടോടിയവരും കഥഞ്ചന വളരെ ബുദ്ധിമുട്ടി വൃതൈ സ്വീകരിക്കപ്പെട്ടവരുമായ ഭൂതൈ സമം ഭൂതസമൂഹത്തോടുകൂടി കമപി ഏതോ ഒരു കൃത്യാനലം കൃത്യ എന്ന അഗ്നിയെ അഭ്യമുഞ്ചത് മോചിപ്പിച്ചു വിട്ടു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. കാശീശ്വരസ്യ ശ്വ എന്നൊക്കെ ആവാനുള്ള ചിഹ്നം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. തനയ അഥ തനയോഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സുദക്ഷിണാഖ്യ അവിടെ വിസർഗം. ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ഖ്യ എന്നുള്ള അക്ഷരവും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സർവം പ്രപൂജ്യ ഭവതേ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. വിഹിതാഭിചാര അവിടെ വിസർഗം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കൃത്യാനലം കമപി ബാണരണാദിഭീതൈർ ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഭൂതൈ അവിടെ വിസർഗം. ഭൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. കഥഞ്ചന ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. കഥ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വൃതൈ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സമമഭ്യമുഞ്ചത് ഒരു സാ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാ എന്ന് വേണം. വൃതൈ സമമഭ്യമുഞ്ചത് ഭ്യ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. കാശീശ്വരസ്യ തനയോഥ സുദക്ഷിണാഖ്യ സർവം പ്രപൂജ്യ ഭവതേ വിഹിതാഭിചാര കൃത്യാനലം കമപി ബാണരണാദിഭീതൈർഭൂതൈ കഥഞ്ചന വൃതൈ സമമഭ്യമുഞ്ചത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.